നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാത്തവർ ഈ ഒരു വീഡിയോ കാണണ്ട. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉള്ളവർ നിങ്ങളുടെ സംശയരോഗം കൂട്ടുകയും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ലവേഴ്സ് ആയിക്കോട്ടെ, മാരേജ് സിറ്റുവേഷനിലുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകൾക്കും ഇത് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ജോലിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല അവർ ഭയങ്കരമായിട്ട് മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല അവർ ഭയങ്കരമായിട്ട് മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അവരുടെ ഒരു സെൽഫ് ഗ്രോത്തിലാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പെൻറ്റിക്കിൾസ്, ഈ ഒരു പേഴ്സൺ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. 9 ഓഫ് കപ്സ് ആണ്. ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവരുടെ ഒരു ആഗ്രഹമാണ്, വിഷാണ് എന്നാണ് കാണിക്കുന്നത്. ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ആഗ്രഹവും ഒക്കെ ഒരുപാടുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇതൊരു മാരേജ് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾ തമ്മിലൊരു റിയൂണിയനും ഒരു ഫാമിലി ലൈഫും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഇവർക്കുള്ളതായിട്ടാണ്. അപ്പോൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുകയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് അവർക്ക് ഒരു പേടിയുണ്ട്. അതായത് നിങ്ങളെ നഷ്ടപ്പെടുമോ, ഈ ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവോ എന്നുള്ളൊരു പേടിയുണ്ട്. ഒരു നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി, ഭയം അവർക്ക് വളരെയധികം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. കിങ് ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എന്തായാലും എടുത്തിട്ടുണ്ട്, ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരിക എന്നുള്ളൊരു തീരുമാനമാണ് അവരിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു മാരേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ശക്തമായിട്ടുള്ളൊരു തീരുമാനം, ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ക്യൂനോ സോഡ്സ് ആണ്, തേർഡ് പാർട്ടി കാർഡാണിത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ വഴക്കും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ ഈ ഒരു തീരുമാനം എടുത്ത് തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തീരുമാനം എടുത്തത് കാരണം തേർഡ് പാർട്ടിയും ഇവരും തമ്മിലൊരു ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ തീരുമാനത്തിനെതിരെ തേർഡ് പാർട്ടി നിൽക്കുന്നു. അത് കാരണം ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇവർ തമ്മിൽ ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയിൽ ഒരിക്കലും ഒരു സന്തോഷത്തോടു കൂടിയല്ല നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വഴക്കിൻ്റെ അവസാനം ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുള്ള തീരുമാനത്തിനെതിരെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ
റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ ഒരു ഭയന്ന് ഒരു പേടിച്ചൊരു സിറ്റുവേഷൻ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെ വരും എന്നുള്ള പേടി ഭയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു മോഡിലാണ് നിൽക്കുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിനൊരു പവർ വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരൊരു തീരുമാനം ഉറച്ച് എടുത്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇവരിപ്പോൾ ഇമോഷണലി തകർന്നല്ല നിൽക്കുന്നത്, ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് പവറിലോട്ട് ഇവർ മാറിയിട്ടുണ്ട്. 4 ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഇവർ ഭയങ്കരമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഉറക്കത്തിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ട് ഇവർക്ക് ഭയങ്കര പെയിനാണ്. ഇവർക്ക് മാനസികമായിട്ടൊരു മുൻപോട്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് ആക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവരെപ്പോഴും ഉള്ളത്. ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയേ പറ്റൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് സോഴ്സ് ആണ് ഈ ഒരു കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇവർക്ക് ഒരു ഉറക്കം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇവരിപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അവരുടെ സിറ്റുവേഷൻ അത്രയും മോശമാണ്. അവർക്ക് മാനസികമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ എനർജി ഒന്നും കൊടുക്കാതെ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ്, നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഒക്കെ അവർക്ക് ഇപ്പോൾ ഉള്ളത് ഈ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ എനർജി ഇവർക്ക് കൊടുക്കാതെ നിങ്ങളുടെ കാര്യത്തിലോട്ട് ഫോക്കസ് ആയപ്പോൾ അവർക്ക് ഇവിടെ ഉറങ്ങാൻ പോലും പറ്റാതെ അത്രയും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാണ് അവരെ അനുഭവിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഈ ഒരു ആക്ഷനിലോട്ട് ഇവർ പോകാനുള്ള കാരണം തന്നെ ഇവർക്ക് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ഈ ഒരു അവരുടെ മൈൻഡ് സെറ്റ് മാറി എന്നുള്ളതാണ്. ഓക്കെ, 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ തേർഡ് പാർട്ടിയാണ് ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇവരുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇത്രയും കാലം ഈ ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഈ ഒരു കൺട്രോളിൽ ഈ ഒരു പേഴ്സണെ നിർത്താൻ വേണ്ടി ഇവർക്ക് പറ്റില്ല. കാരണം ഈ പേഴ്സൻ്റെ ഇവരത്രയും സഹിക്കുകയും അല്ലെങ്കിൽ ക്ഷമിക്കുകയും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കൺട്രോളിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇവരുടെ മനഃശക്തി ഇവർ വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവരെ കൺട്രോളാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു അധീനതയിൽ നിർത്താനോ പറ്റില്ല. കാരണം അത്രയും ഒരു മൈൻഡ് പവറിലോട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിൽ ഇവർ എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പോലും ഇവർക്ക് ഇനി നിങ്ങളിലേക്ക് വരിക എന്നുള്ള ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഡിവൈൻ ടൈമിംഗ് എന്നാണ് പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചേഞ്ചസ് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുള്ളത് ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അവരിൽ ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ കർമാസ് ഒക്കെ ക്ലിയർ ആയി. അവർ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ആ ഒരു സമയമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പാഷൻ എന്നാണ്. ഈ ഒരു പാഷൻ കാരണം അവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനും പാഷനും കാരണം അവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അത്രയും മാനസികമായിട്ടൊരു മെൻ്റൽ സ്ട്രെങ്ത്തിലോട്ട് വന്നൊരു ടൈമാണെന്നാണ് കാണിക്കുന്നത്. തിങ്കിങ് എന്നാണ് കാണിക്കുന്നത്. അവർ ഓൾവേസ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉള്ളത്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ ഇവിടെ 4 ഓഫ് സോഴ്സ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലോട്ട് അവരെത്താനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. സൂൺ എന്നാണ്. ഈ ഒരു റീയൂണിയൻ എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഇതേ മീനിങ്ങുള്ള മറ്റൊരു കാർഡ് ഇതാ വന്നിട്ടുണ്ട്. ഇതാ
ഇത് തന്നെയാണ്, രണ്ടും ഒരേ മീനിങ് ആണ്. ഒരു റീയൂണിയന്റെ കാർഡാണ് രണ്ടും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും. അവരെടുത്ത ഒരു തീരുമാനം സ്ട്രോങ് ആയത് കാരണം അവർക്ക് അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനും അവർക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നു എന്നുള്ളതാണ്. മൈൻഡ് എന്നാണ് പറയുന്നത്. അവരുടെ കാര്യത്തിലോട്ട് ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി. അതുവരെ അവരുടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരുന്നു അവർ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ തേർഡ് പാർട്ടിക്ക് യാതൊരു പ്രാധാന്യവും ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരിക എന്നുള്ള തീരുമാനങ്ങളും എല്ലാം അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർക്ക് എടുക്കാനും നിങ്ങളിലേക്ക് വരാനും എല്ലാത്തിനും അവർക്കിപ്പോൾ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി അത്രയുണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റി കാരണം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് എത്ര അകന്ന് പോയിട്ടും നിങ്ങളിലേക്ക് ഇത്രയും തീവ്രമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നത്. അവരിപ്പോൾ ഈ ഇൻറ്റൻസിറ്റി കാരണമാണ് അവരിപ്പോൾ ഇത്രയും ചേഞ്ച് ആയത് കേട്ടോ. കാരണം അവർക്ക് അവരുടെ ഇതുവരെ അവരൊരു കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു, മാനസികമായിട്ട് അവിടെ സ്റ്റക്കായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു തീരുമാനം എടുക്കാനും നിങ്ങളിലേക്ക് വരാനും ഒരു ആക്ഷൻ എടുക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നു. തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യാനും അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ ചെവി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. അത് കറക്റ്റാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നതാണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേടിയെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഈ പേഴ്സൺ തിരിച്ചു വരില്ല എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇതുവരെ. തേർഡ് പാർട്ടി സിറ്റുവേഷനിലല്ലേ, അവരെങ്ങനെ തിരിച്ചു വരാനാണ്, അവർ തമ്മിൽ നല്ല ടേംസിലാണ്, അതുകൊണ്ട് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്. അടുത്ത് തന്നെ, അതായത് ഒരു മാസത്തിനകം അല്ലെങ്കിൽ 2 മാസത്തിനൊക്കെ അകം അവർ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. അത്രയും നല്ല ഒരു ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ആണ് നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാവുന്നത്, ഇപ്പം ഉണ്ടായിട്ടുള്ളതും. അത് നിങ്ങളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അപ്പോൾ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരു ആക്ഷൻ എടുക്കുന്നു. അവരതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. Letter B, letter C, letter J, letter V, 1998, letter T, 1992, letter M, ആയില്യം, അനീഴം, 1988, 1986, 2001, മൂലം, ചിത്തിര, അവിട്ടം, 1985, സെപ്റ്റംബർ, തൃക്കേട്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.